ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഇരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് 49 വർഷത്തെ ലെഗസി ഉള്ള ഒരു മോഡലിലാണ്. അതായത് നമ്മുടെ വോക്സ്വാഗൺ ഗോൾഫ് GTIയിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഗോൾഫ് GTIയുടെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക സ്പോർട്ടി എന്ന് തന്നെ മാത്രം പറയുള്ളൂ. കാരണം ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഒരു വെഹിക്കിളാണ്. നമ്മുടെ ഒരു പ്രീമിയം ഹോട്ട് ഹാച്ച് ആണ് വെഹിക്കിൾ. അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട IQ ലൈറ്റ്സ് ആണ് വരുന്നത്. അതായത് മെട്രിക്സ് ലൈറ്റ്സ് ആണ് ഹെഡ് ലൈറ്റ്സ് വരുന്നത് നമുക്ക്. പിന്നെ ഇവിടെ മുകളിലായിട്ട് ഈ ഒരു റെഡ് ആക്സെൻറ്റ് കൊടുത്തേക്കുന്നത് അത് നമ്മുടെ GTI എന്നുള്ളതിൻ്റെ ആ ഒരു സിമ്പലാണ് മെയിനായിട്ട് ഈ കാണിക്കുന്നത്. GTI എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുണ്ട്, ഇപ്പോൾ ആ ഒരു വോക്സ്വാഗണിൻ്റെ ലോഗോ, ഇലുമിനേറ്റഡ് വോക്സ്വാഗണിൻ്റെ ആ ഒരു ലോഗോയാണ് ഇപ്പോൾ ഈ കൊടുത്തേക്കുന്നത് ഫ്രണ്ടിലായിട്ട്. അത് ഭയങ്കര അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു വോക്സ്വാഗണിൻ്റെ ഇതുവരെയുള്ള ലൈനപ്പിൽ ഇത്രയും വലുപ്പമുള്ള ഒരു ലോഗോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇലുമിനേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം ഒരു മെഷ്ഡ് ട്രീറ്റ്മെൻറ്റിലാണ് അതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എക്സ് ഫാക്ടർ ആയിട്ടുള്ള ഒരു ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫോഗ് ലാംപ്സ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ട് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡാസിൻ്റെ ആ ഒരു സെൻസർ യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ലെവൽ 2 അഡാസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വൈഡറായിട്ടുള്ള രീതിയിലുള്ള ഒരു എയർ ഡാം ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. ഒരു എഞ്ചിനുള്ള ആ ഒരു ബ്രീത്തിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് ആ ഒരു രീതിയിൽ കൊടുത്തേക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു GTയുടെ ആകെ 4 കളേഴ്സാണ് വരുന്നത്. അതിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു കളറും കൂടെയാണ് ഈ ഒരു ഗ്രേ കളറ്. ബ്ലാക്ക്, ഗ്രേ, വൈറ്റ്, റെഡ്, അങ്ങനെ 4 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആയിട്ട് വരുന്നത്. സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു 18 ഇഞ്ച് വീൽസ് തന്നെയാണ് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. പലരും പല രീതിയിൽ ഈ ഒരു വീൽസ് ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഈ ഒരു ഓട്ടോമോട്ടീവ് മേഖലയിൽ എല്ലാവരും ഒരു കമൻറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു GTയുടെ ഈ ഒരു അലോയ്സ്. പക്ഷേ എനിക്ക് ഈ ഒരു അലോയ്സ് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ആ ഒരു 18 ഇഞ്ചിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഡിസൈൻ വന്നപ്പോൾ തന്നെ. അതിൽ നമുക്ക് ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് തന്നെയാണ്. ആ ഒരു ബ്ലാക്കും സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ആ ഒരു കാലിപ്പറൊക്കെ ആ ഒരു റെഡ് ആക്സെൻറ്റ് കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പം ആ ഒരു ടയർ സൈസ് വന്നിട്ട് നമുക്ക് 225 14R18 ആണ് ടയർ സൈസ് വരുന്നത്. നമ്മുടെ വെഹിക്കിളിൻ്റെ ഒരു സ്റ്റാൻസ് അതാണ് വളരെ ഈ ഒരു വെഹിക്കിളിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീച്ചേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഈ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റാൻസും ഇതിൻ്റെ ഒരു ഡൈനാമിക്സും ഇതിൻ്റെ ഒരു പവറും അതൊക്കെ തന്നെയാണ് ഒരു എന്തൂസിയാസ്റ്റിക്കിന് ഇഷ്ടപ്പെടുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ്. അപ്പം ഇതിനകത്ത് ഫീച്ചേഴ്സും ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട്. അതിനൊപ്പം തന്നെ എന്താ പറയുക, നമുക്കൊരു വാഹനം അല്ലെങ്കിൽ കാറുകളോട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 136 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടെ ആവാമായിരുന്നു എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും തോന്നുമായിരിക്കും. പക്ഷേ എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വെഹിക്കിൾസ് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ഇങ്ങനൊരു വെഹിക്കിളിനൊക്കെ ഇത്രയും തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അതിൻ്റെ ഒരു ഭംഗിയും പിന്നെ കുറച്ചുകൂടെ ആ ഒരു വെഹിക്കിളിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ആ വെഹിക്കിളിൻ്റെ ഒരു സ്റ്റാൻസും എല്ലാം നമ്മൾ മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പം ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ പതുങ്ങി റോഡിൽ കിടക്കുന്ന പോലെ പോകും. പിന്നെ വേണ്ട ഇവിടെ GTI എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് നമുക്ക് ആ ഒരു സൺറൂഫ് വരുന്നത്. സിംഗിൾ പെയിൻ ആണ്, പക്ഷേ അത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പില്ലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വോക്സ്വാഗൺ എന്നുള്ള ബാഡ്ജിങ് കൂടെ കൊടുത്തേക്കുന്നതാണ്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആക്സെൻറ്റ് അവിടെയും കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ സെൻറ്ററിലായിട്ടൊരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഡിഫോർഗർ, വൈപ്പർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ GTI എന്നുള്ള ബാഡ്ജിങ് കാണാം. ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് ഗോൾഫ് എന്നുള്ള ഒരു ബാഡ്ജിങ് എക്സ്റ്റീരിയറിൽ എങ്ങും തന്നെ ഇല്ല. ഇനിയിപ്പം നമുക്ക് ഗോൾഫ് എന്നുള്ള ബാഡ്ജിങ് എവിടെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പം ബാക്കിലേക്ക് വന്നാലും അവിടെയും നമുക്ക് ആ ഒരു IQ ലൈറ്റാണ് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു ഐസ് ക്യൂബ്സ് പോലെ ഇരിക്കുന്ന ഒരു ഭംഗി ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ വന്നേക്കുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെൻസേഴ്സ് കാണാം, റിഫ്ലക്റ്റീവ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 2 ഡ്യുവൽ എക്സോസ്റ്റ് ആണ് വെഹിക്കിളിൽ വരുന്നത്. അതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. 380 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഈ ഒരു ലോവർ സ്റ്റാൻഡ്സ് ആയതുകൊണ്ട് നമുക്ക് ലഗേജൊക്കെ കയറ്റി വെക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല. ഇവിടെ ഒരു പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്.
ഇന്നിപ്പം നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 250 എണ്ണമാണ് ഇന്ത്യയിലേക്ക് അലോട്ട് ചെയ്തേക്കുന്നത്. അതിൽ 150 എണ്ണം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമാണ്. ബുക്കിംഗ് എഗെയിൻസ്റ്റ് ആണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ഫുള്ളി CBU ആയിട്ട് വരുന്നൊരു വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രൈവ് കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. എങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഓക്കെ. യെസ്, അപ്പോൾ നമ്മുടെ ഗോൾഫ് GTAയുടെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയറിൻ്റെ ആ ഒരു ഡിസൈനും ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ നോക്കിയാൽ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു കാർബൺ ഫിനിഷ് കൊടുത്തേക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ആംബിയൻ ലൈറ്റിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു റെഡ് ഒരു ആക്സെൻറ്റും വന്നേക്കുന്നത് കാണാം. ഈ വെഹിക്കിൾ ഒരു 30ഓളം ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് കസ്റ്റം ചെയ്ത് ആ രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തത്. പിന്നെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 12.9 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീൻ തന്നെയാണ്. അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ വ്യൂ ആണ് ഈ കാണുന്നത്. 360 അല്ല, നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തത്. ക്ലൈമട്രോണിക് AC ആണ് വെഹിക്കിൾ വരുന്നത്. അതിൻ്റെ താഴെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സ്വിച്ചസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, AC മോഡ് ഇങ്ങനെ മാറ്റാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെ മാറുന്നതാണ് ഇവിടെ. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിപ്പോൾ ഡ്രൈവർ അസിസ്റ്റൻ്റ് ആ സ്വിച്ചാണ്. ഗോൾഫ് എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്കിവിടെ മാത്രമേ കാണാൻ പറ്റൂ ഈ ഒരു വെഹിക്കിളിൽ. അവിടെ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അതിന് താഴെ നമുക്കൊരു ഇൻഡക്ഷൻ ചാർജിങ് സിസ്റ്റം വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഡാഷ് ഇരിക്കുന്നതെന്ന് പറയുന്നത് നമുക്കൊരു കുറച്ചുകൂടി ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസിയാണ് നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തേക്കുന്നതാണ്. പാർക്ക് ബ്രേക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ട്രാൻസ്മിഷൻ ഇവിടെയാണ് വരുന്നത്. 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് വെഹിക്കിളിൽ വരുന്നത്. ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ രീതിയിലുള്ള ഒരു കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെയും നമുക്കത് അതിൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഏത് തരത്തിലുള്ള കപ്പും അല്ലെങ്കിൽ ക്യാനും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇതാണ് നമ്മുടെ വെഹിക്കിളിൻ്റെ കീ വരുന്നത്. ഈ ഒരു കീ നിങ്ങൾ വേറെ ഏതെങ്കിലും വെഹിക്കിളിന് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഏത് മോഡലാണെന്നുള്ളത്. പിന്നെ ഇവിടെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ആംറസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഈ ഒരു സീറ്റ് തന്നെയാണ് നമ്മുടെ ആ ഒരു റിക്കാറോ മോഡലൊക്കെ ആ ഒരു റേസിംഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സീറ്റാണ്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്ന ആ ഒരു റെട്രോ ഫീൽ തരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ഈ ഒരു കളം രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് അത് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ഒരു അൽക്കൻറ്റാറ ഫിനിഷ് കൊടുത്തേക്കുന്നത് നമുക്കിവിടെയൊക്കെ കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ GTA എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലാണ്. അതിൽ നമുക്ക് റെഡ് സ്റ്റിച്ചിങ് ഒക്കെ പോയിരിക്കുന്നതാണ്. GTA എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. സെൻട്രലായിട്ട് നമുക്ക് ആ വോക്സ്വാഗണിൻ്റെ ലോഗോ കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഇതിലാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് അതിൻ്റെ ഇവിടെയാണ് നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് മീറ്ററൊക്കെ മാറ്റി നമുക്ക് കണ്ടില്ലേ, കോമ്പസ് ഒക്കെ മാറ്റാം, കോമ്പസ് ആക്കാം. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ എല്ലാ രീതിയിലും അതിന് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വരുന്നുണ്ട്. പിന്നെ ADAS ലെവൽ 2 ഫീച്ചേഴ്സാണ്. അപ്പോൾ ഒരു 20+ ആ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം പറയുന്നത്. ലെയിൻ കീപ്പ് അസിസ്റ്റ് അങ്ങനെയുള്ള അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. അതുകൂടാതെ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വന്ന് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. നമ്മളത് എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ നമുക്കിവിടെ ഒരു മെറ്റൽ പെഡൽസ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മെറ്റൽ പെഡൽസ് ആണ് വരുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ക്ലച്ച് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇവിടെയാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തേക്കുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ അതിൻ്റെ എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഈ ഒരു ഭാഗത്തൊരു ഫെദർ ടച്ച് രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു നമ്മുടെ ഹെഡ് ലാമ്പ്സിൻ്റെ ആ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന രീതിയിൽ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് അതൊക്കെ കൊടുത്തേക്കുന്നത്. അത് കൊള്ളാം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതി തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം പവർ വിൻഡോസും കാര്യം അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഇവിടെ IRVM ഒക്കെ ഇലക്ട്രിക്കലി ഉള്ള IRVM ആണ് വരുന്നത്. നമുക്കിങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി, സൺറൂഫ് ഓപ്പൺ ആവും.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ പെയിൻ സൺറൂഫാണ്. പക്ഷേ ഒരു അത്യാവശ്യം ഒരു നല്ല വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അല്ല, നോർമൽ രീതിയിൽ തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. പക്ഷേ നമുക്കിത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നല്ല ഈ ഒരു സീറ്റിനെ പറ്റി എടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം വളരെ ഹഗ് ചെയ്തിരിക്കുന്ന ആ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രയാണ് ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പം നമുക്ക് ഇവിടെ 2 ടൈപ്പ് സി പോർട്ടും കൂടെ ഉണ്ട് കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി. ഇവിടെ 2 ടൈപ്പ് സി പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് ഏരിയ നമുക്ക് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗ്ലൗ ബോക്സ് ഏരിയ ഉണ്ട്. പിന്നെ സ്പീക്കർ യൂണിറ്റ് വന്നിട്ടുണ്ട്. 8 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ നമുക്കത് കൂടാതെ നമ്മൾ ഈ ഒരു വെഹിക്കിളിൽ ഒരു 7 എയർ ബാഗ്സ് ആണ് വെഹിക്കിൾ സ്റ്റാൻഡേർഡായിട്ട് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റിയർ സീറ്റും കൂടെ ഒന്ന് നോക്കാം. ഈ ഒരു വെഹിക്കിളിൽ നമ്മൾ റിയർ സീറ്റ് നോക്കേണ്ട കാര്യമില്ല, എങ്കിലും നമ്മൾ നമ്മുടെ ഒരു ആചാരം അങ്ങനെ ആണല്ലോ, നമുക്ക് ബാക്ക് സീറ്റൊക്കെ നമ്മളൊന്ന് കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രധാന അട്രാക്ഷനും അല്ല, ഈ ഒരു വെഹിക്കിൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും ഇരിക്കുന്ന സീറ്റ് ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബാക്ക് സീറ്റിലേക്കൊന്ന് ഓക്കെ. യെസ്, റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേണ്ട ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല, ഇവിടെ ഇങ്ങനെ ഒരു ആ ഫ്രണ്ടിലെ സീറ്റ് പോലെ തന്നെ ആ ഒരു ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. നമുക്ക് നമ്മളവിടെ ഇരിക്കുമ്പോൾ വളരെ ഒരു ടൈറ്റായിട്ട് അങ്ങ് ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. ഇവിടെയും ഒരു ആൽക്കൻറ്റാറ ഫിനിഷൊക്കെ കൊടുത്തേക്കുന്നത് കാണാം നമുക്ക്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു സീറ്റിൽ നമ്മൾ എത്രത്തോളം, പക്ഷേ എന്നാൽ പോലും ഇതിപ്പോൾ എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഈ കറക്റ്റ് കിട്ടേക്കുക ഈ സീറ്റ്. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് ഇത്രയും നീ റൂം കിട്ടുന്നുണ്ട്, ലെഗ് റൂം ആണെങ്കിലും അത്യാവശ്യം കിട്ടുന്നുണ്ട്, ഹെഡ് റൂം വേണ്ട ഇത്രയും ഒരു ഓൾമോസ്റ്റ് 5 ഫിംഗർ അല്ല, അതിന് മേളിലുണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിന് മേളിൽ ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ല. ഹെഡ് റൂമിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ ഷോൾഡർ സ്പേസ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു വിൻഡോ ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും കൂടെ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ വെളിയിലോട്ടുള്ള ഒരു ക്രാംഡ് ഫീലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കിത് ബാക്കിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ, ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ 3 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് സെൻട്രൽ എന്തായാലും അഡൾട്ടായിട്ടുള്ള ആൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, കാരണം ഒരു സെൻട്രൽ ടണൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 2 ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. 3 സോൺ AC ആണ് വെഹിക്കിളിൽ വരുന്നത്. അതിൻ്റെയാണ് ഇവിടെ നമുക്ക് വേറൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല എയർ ഫ്ലോയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഐസോഫിക്സ് ആംഗ്രേജ് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് മൊബൈൽ പൗച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഫയൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു 1 ലിറ്റർ ബോട്ടിൽ വേണേൽ ചരിച്ചൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ പ്രധാന ഒരു അട്രാക്ഷൻ ഇതേണ്ട, ഇവിടെ നമുക്ക് ഒരു ഫാബ്രിക് പോലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് കൂടി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിലൊക്കെ വെക്കുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെ വണ്ടിയിലൊക്കെ ബോട്ടിലൊക്കെ വെക്കുമ്പോൾ സമയത്ത് കടകടാന്ന് പറഞ്ഞ് അടിക്കും. ഈ ഒരു അടിപ്പ് ഒന്നും കേൾക്കത്തില്ല. അത് ഉദ്ദേശിച്ചാണ് ഇങ്ങനൊരു മെറ്റീരിയൽ അവിടെ കൊടുത്തേക്കുന്നത്. എന്തായാലും ഒരു ഗുഡി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ നമുക്ക് എൻജിൻ ബേയും കൂടെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. യെസ്, അത്യാവശ്യം നല്ല രീതിയിൽ കൊള്ളിച്ച് നിർത്തിയേക്കുകയെന്ന് തന്നെ പറയണം. 2 ലിറ്റർ എഞ്ചിനാണ് വെഹിക്കിളിൽ വരുന്നത്. ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതിൻ്റെ നമുക്കൊരു മിനിറ്റ്, ഇതിൽ നമുക്ക് 265 bhpയും 370 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു എഞ്ചിൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു എയർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഒരു 53 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകെ 250 യൂണിറ്റ്സേ ഉള്ളൂ നമുക്ക് ഇന്ത്യയിലേക്ക് വോക്സ്വാഗൺ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ 150ഓളം ഇപ്പോൾ ഓൾറെഡി ബുക്ക്ഡായി, ഓൾമോസ്റ്റ് ഡെലിവേർഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മുടെ EVM വോക്സ്വാഗൺ കൊച്ചിയിലാണ്. അതിൽ 25ഓളം വെഹിക്കിൾസ് ഇവിടെ ഡെലിവറി പതിയായിട്ട് ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ അത്രയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.